ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഒപ്പം യു എയിൽ ക്രിക്കറ്റ് മാമാങ്കം ആരംഭിക്കുകയാണ്. യു എയിൽ ഇനി ക്രിക്കറ്റ് മാമാങ്കത്തിൻ്റെ നാളുകൾ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ പോരാട്ടത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UAE കിടക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. പ്രാദേശിക സമയം 1 മണിക്കാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ഇന്ത്യൻ സമയം 2:30-ക്കാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആരാധകരും ടീമും എത്തിയാൽ മതി. ശക്തരായ എതിരാളികളല്ലെങ്കിലും ബംഗ്ലാദേശിനെ കരുതലോടെ നേരിടാനാവും ഇന്ത്യയുടെ ശ്രമം. എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ഈ മാസം 23-നാണ്. ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി മിനിറ്റുകൾക്കാണ് വിറ്റ് തീർന്നത്. ഇന്ത്യൻ ആരാധകർ തന്നെയാണ് ടിക്കറ്റുകൾ കൂടുതലായി വാങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ടായി മാറുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 40 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് കളി നടക്കുമ്പോൾ ഇങ്ങോട്ട് നിരവധിയായ ക്രിക്കറ്റ് ആരാധകർ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരം മാർച്ച് 2-ന് ന്യൂസിലാൻഡിനെതിരെയാണ്. അതോടെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കും. ദുബായിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങളും, അതായത് പാകിസ്ഥാൻ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇതോടൊപ്പം ആദ്യത്തെ സെമിയും ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. അതിനുശേഷം ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനലും ദുബായിലായിരിക്കും അരങ്ങേറുക. ക്രിക്കറ്റിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർ ടിക്കറ്റുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അവർ കളികൾ നടക്കുന്ന ഓരോ ദിവസങ്ങളിലും സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും. നിറഞ്ഞു കവിയുന്ന ഗ്രൗണ്ടിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഇന്ത്യ തന്നെ കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. അതുതന്നെ സംഭവിക്കട്ടെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.